Hello. Welcome to Market Discussion of the Day. Today, May 6, 2026, Wednesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. മിക്കവാറും ചൊവ്വാഴ്ച ആയിരിക്കും. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സ് പഠിക്കണം, ഒരു ബിഗിനർ ലെവലിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് ക്ലാസ് നടക്കുന്നത്. 7 ദിവസത്തെ ക്ലാസ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്കറിയാം, നമുക്ക് ഒരുപാട് ഇന്നലെ ഗോൾഡ് ഭയങ്കര പെട്ടെന്ന് മുകളിലോട്ട് കയറി പോയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. ഗോൾഡ് പെട്ടെന്ന് മുകളിലോട്ട് പോകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. സോ മേജറായിട്ടുള്ള കുറച്ച് ഈവൻറ്റ്സ് നടന്നതിനെ പ്രമാണിച്ചിട്ടാണ് മെയിനായിട്ടും ഗോൾഡ് മുകളിലോട്ട് പോയിട്ടുള്ളത്. സോ അതിൽ വൺ ഓഫ് ദ മെയിൻ റീസൺ ടെമ്പററി പോസ് ബൈ ഡൊണാൾഡ് ട്രംപ് ആണ്. ഡൊണാൾഡ് ട്രംപ് ഒരു ടെമ്പററി പോസ് ഇൻ ഓപ്പറേഷൻ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമസിൽ കൂടെ പോകുന്ന കപ്പലുകൾക്ക് US കപ്പലുകൾ എസ്കോർട്ട് കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു. ഓക്കെ, സോ ആ ഒരു കാര്യത്തിനകത്ത് ടെമ്പററി പോസ് നടത്തി. സോ ഇത് എന്തിനാ നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലോങ്ങർ ടേം ഡീൽ ഇറാനുമായിട്ട് ഉണ്ടാകുമോ എന്നുള്ളത് അറിയാനായിട്ടാണ്. ഓക്കെ, സോ അറിയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ എന്നിരുന്നാലും ഇതിങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സോ അവിടുന്ന് ഗോൾഡ് മുകളിലോട്ട് പോകുന്നത് 4550-530 ലെവലിൽ നിന്ന് ഗോൾഡ് മുകളിലോട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അത് മാത്രമല്ല, നമ്മളുടെ US ഡോളറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ സ്ട്രെങ്ത് കുറയുകയുണ്ടായി. ഓക്കെ, സോ US ഡോളർ ഓൾമോസ്റ്റ് കഴിഞ്ഞ കുറച്ച് കാലത്തെ നല്ല രീതിയിലുള്ളൊരു ഡൗൺ ഫോള് നടന്നു. സോ അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡ് ബാക്കിയുള്ള കറൻസീസിൽ വാങ്ങാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായി. അതേപോലെ നമ്മളുടെ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ 108 ആയിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അത് 99 ലെവലിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 100.93 നിൽക്കുന്നു. സോ ഇതെല്ലാം റീസൺസ് ആണ്. നമ്മളുടെ ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാനായിട്ടുള്ള റീസൺസ് ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മൾ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ നമുക്ക് ന്യൂസുകൾ ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ ഉണ്ടോ എന്നെനിക്കറിയില്ല. നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ നോക്കിയാൽ, സോ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7:30 ശേഷം ഒരുപാട് ന്യൂസുകൾ വരും അല്ലേ. സോ ഇന്നലത്തെ ന്യൂസുകൾ ഭയങ്കരമായ വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങളിതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു സമയത്തൊന്നുമല്ല പ്രത്യേകിച്ച് വലിയൊരു മാറ്റങ്ങളൊന്നും ഉണ്ടായത് മാർക്കറ്റിൽ. ഓക്കെ, സോ ഇന്ന് നമുക്ക് വൈകുന്നേരം 7 മണിക്ക് നമുക്ക് ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ FOMC മെമ്പറിൻ്റെ സ്പീച്ചുണ്ട്. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിനുണ്ട്. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം ആ ഒരു സമയത്ത്, അതായത് രാത്രി 8 മണിക്ക് ഇന്ത്യൻ ടൈമിങ് 8 മണിക്ക് ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആയിരിക്കണം. വലിയ രീതിയിലുള്ള നീക്കങ്ങൾ, ഇപ്പം ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസൊക്കെ വരുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ആ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാവത്തില്ല എന്ന്. പക്ഷേ ഉറപ്പായിട്ടും ഒരു 10 തവണയൊക്കെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വരുമ്പോൾ 1-2 തവണ വലിയ മൂവ്മെൻറ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് ആ ഒരു സമയത്ത് കെയർഫുള്ളായിട്ടിരിക്കുക. ഓപ്പൺ പൊസിഷൻസ് വേണ്ടാന്ന് വെക്കുക എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, കെയർഫുള്ളായിട്ടിരിക്കുക. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായ കെയർഫുള്ളായിട്ടിരിക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ അതേപോലെ ഈ ആഴ്ചത്തെ താരം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നോൺ ഫാം പേറോളാണ്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് വരുന്നുണ്ട്. സോ അതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ഒരു ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വളരെ സന്തോഷകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നലെ മെനഞ്ഞാന്നും കൊടുത്തിട്ടുണ്ടെന്ന സിഗ്നൽസ്. ഓക്കെ, ഒരുപാട് ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടി എന്നുള്ള ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷം. ഓക്കെ, സോ നമ്മൾ നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ മാത്രമാണ് നമ്മളത് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മളുടെ ഗ്രൂപ്പ്. ഓക്കെ, സോ ഇതിൽ ഗോൾഡിൻ്റെ 3 ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ കൊടുത്തിട്ടുള്ള 4 എണ്ണത്തിനകത്ത് എനിക്ക് തോന്നുന്നത് 3 എണ്ണവും, എനിക്ക് തോന്നുന്നു 5 എണ്ണത്തിനകത്ത് 4 എണ്ണവും പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ
അതേപോലെ തന്നെ മെനഞ്ഞാന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. മെനഞ്ഞാന്ന് നമ്മൾ ഈ ഗ്രൂപ്പിലല്ല കൊടുത്തത്, വേറെ ഗ്രൂപ്പിലായിരുന്നു കൊടുത്തത്. അവിടെയും 6 അഴിച്ചിട്ടുണ്ട്. ടോട്ടൽ 10 ഓപ്പർച്യൂണിറ്റി കൊടുത്തതിനകത്ത് 9 പ്രോഫിറ്റ് ആയതിൽ വളരെയധികം സന്തോഷം. ഇന്ന് രാവിലെ ഒരാൾ ഓൾമോസ്റ്റ് $600 പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ വളരെ നല്ല കാര്യം അതൊക്കെ. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മളിപ്പം നമ്മൾ ഇങ്ങനെ പറയുന്നതിലൂടെ എല്ലാം ശരിയാകും എന്ന് വിചാരിക്കരുത്. ഓക്കെ, അതുകൊണ്ടിട്ട് ഞങ്ങൾ പറയുന്ന സിഗ്നൽസ് ഭയങ്കര കറക്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച് ഓവർ ലോട്ട് എടുക്കരുത്. $1000 ചെറിയ ലോട്ട് 0.03 ലോട്ട്, 0.04 ലോട്ടൊക്കെ മാക്സിമം. ഓക്കെ, 0.02 ലോട്ടാണ് ഞാൻ പറയാറുള്ളത്. 0.03 മാക്സിമം. അതിൽ കൂടുതൽ ലോട്ട് സൈസ് എടുക്കാതിരിക്കുക. പല ആൾക്കാരും ഇത് ശരിയാവും എന്ന് വിചാരിച്ചിട്ട് ചിലപ്പം $1000 വെച്ച് 1 ലോട്ടൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് പണി കിട്ടും കേട്ടോ. ഓക്കെ, സോ ലോട്ട് സൈസ് കുറച്ചെടുക്കുക എന്നുള്ളത് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ എത്രയാണ് നിങ്ങളുടെ ക്യാപിറ്റൽ എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇതിനകത്ത് നമ്മൾ പല അക്കൗണ്ട്സ്, അതായത് ഇപ്പം ഞാൻ ഇന്നലെ എടുത്ത 1-2 ട്രേഡോ 1 ലോട്ടിൻ്റെ ആയിരുന്നു. അതിനുള്ള ക്യാപിറ്റൽ ഉണ്ടായതുകൊണ്ടിട്ടാണ് 1 ലോട്ട് എടുത്തത്. ഓക്കെ, സോ എന്നും പറഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റൽ ഇപ്പോൾ $1000 ആണെങ്കിൽ നേരെ കയറി 1 ലോട്ട് എടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ എനിവേസ് കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ഇന്ന് ഗോൾഡിലോട്ട് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗോൾഡിൻ്റെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 4580 ടു 4660 വരെയാണ് ഇന്നത്തെ റേഞ്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, സോ അതിൽ പ്രോപ്പറായിട്ടുള്ളൊരു സെൽ ഓപ്പർച്യൂണിറ്റി 4655 4660 അവിടുന്ന് സെല്ലെടുത്ത് മുന്നോട്ട് പോവാം. സ്റ്റോപ്പ് ലോസ് 4685 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, TP നിങ്ങളുടെ ഔചിത്യമാണ്. ഓക്കെ, ലോങ്ങർ ടേമിലോട്ട് വേണമെങ്കിലും വെക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു പർട്ടിക്കുലർ റേഷ്യോയിൽ TP എടുത്ത് മൂവ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമുക്ക് നമ്മളുടെ GBP USDയിലോട്ട് പോവാം. ഓക്കെ, GBP USD 1.3583 നിൽക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി ബുള്ളിഷ് ആണ്, മൈറ്റ്ലി ബുള്ളിഷ് ട്രെൻഡിലാണ് GBP നിൽക്കുന്നത്. ഇന്നത്തെ ടെക്നിക്കൽ റേഞ്ച് 1.3540 ടു 1.3620 ആണ്. സോ നല്ലൊരു ബൈ എൻട്രി വെയിറ്റ് ചെയ്യുക. 1.3540 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. 1.3540 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3480 താഴെയായിട്ട് ഓൾമോസ്റ്റ് 60 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇടുക. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഔചിത്യം പോലെ നിങ്ങൾ ചെയ്ത് പോവുകയും ചെയ്യുക. ഓക്കെ, സോ നേരെ നമ്മൾ USD JPYയിലോട്ട് വരാം. USD JPY വലിയൊരു കഴിഞ്ഞ ഒരൊറ്റ ക്യാൻഡിൽ കൊണ്ട് ഭയങ്കരമായൊരു ഒരു ഫോള് USD JPYയിൽ ഉണ്ടായത് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. സോ USD JPYയിൽ ആക്ച്വലി നടന്നിട്ടുള്ള എന്താ വെച്ചാൽ ഒരു ഹിഡൻ ഇൻ്റർവെൻഷനാണ് ഓഫ് ബാങ്ക് ഓഫ് ജപ്പാൻ. ഓക്കെ, സോ ബാങ്ക് ഓഫ് ജപ്പാൻ ഇടപെട്ട് ഗോൾഡൻ വീക്ക് ഹോളിഡേ ആയിരുന്നു അവിടെ. സോ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നും കൂടെ അവിടെ ഹോളിഡേ ആയിരിക്കും. സോ ഈ ഒരു ഹോളിഡേ, ബാങ്ക് ഓഫ് ജപ്പാൻ ഹോളിഡേസിൽ ജപ്പാനീസ് ഗവൺമെൻറ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്താണ്, അവരുടെ കയ്യിലുള്ള $US വിറ്റിട്ട് അവർ ജാപ്പനീസ് യെൻ വാങ്ങും. സോ അതിലൂടെ എന്താണ് USD JPY എന്ന് പറയുന്ന കറൻസി താഴോട്ട് പോകും. കാരണം 158 ടു 160 ഇടയ്ക്കാണ് ഈ ജാപ്പനീസ് ഇൻ്റർവെൻഷൻ ഉണ്ടാവുന്നത്. സോ 158 തൊടാറായപ്പോഴാണ് ആക്ച്വലി ഇത് സംഭവിച്ചത്. ഓക്കെ, സോ ഇത് കഴിഞ്ഞ ആഴ്ചയും ഇതേപോലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടോ. സോ ഇവിടുന്ന് 160.70 അവിടുന്ന് 155 വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇങ്ങനെ ഒക്കെ ഉള്ള കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഇതിൻ്റെ ഗോൾ എന്താ വെച്ചാൽ ബേസിക്കലി യെൻ എന്ന് പറയുന്നത് ആ ഒരു യെന്നിൻ്റെ ജാപ്പനീസ് USD JPY എന്ന് പറയുന്ന അവിടെ USD എന്ന് പറയുന്നത് ബേസ് കറൻസിയും ജാപ്പനീസ് JPY എന്ന് പറയുന്നത് കോഡ് കറൻസിയാണ്. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ എന്ത് സംഭവിക്കും, USD JPYയുടെ വില കൂടുക എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് യെൻ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ വാല്യൂ കുറയുകയാണെന്നുള്ളതാണ് മീനിങ് ബേസിക്കലി. ഓക്കെ, സോ അതാണ് അത് ജാപ്പനീസ് യെന്നിൻ്റെ വാല്യൂ കുറയാതിരിക്കാൻ ജാപ്പനീസ് ഗവൺമെൻറ് ബാങ്ക് ഓഫ് ജപ്പാൻ ഇടപെട്ട് ജാപ്പനീസ് യെന്നിൻ്റെ വാല്യൂ കൂട്ടുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ. സോ അതിൻ്റെ ഭാഗമായിട്ട് 156.33 നിൽക്കുന്നു. സോ എനിക്ക് ഈ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സോ 156 മുകളിൽ തന്നെയാണ് 11:30 മണിക്കുള്ള ക്യാൻഡിൽ എങ്കിൽ 156 അവിടെ വീണ്ടും ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. 155.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. അത് നിർബന്ധമായിട്ടും പാലിച്ച് പോവുകയും ചെയ്യുക. ഓക്കെ,
സോ നേരെ നമ്മൾ USD/JPY വരാം. യൂറോ USD വരാം. 1.1731 നിൽക്കുന്നു. ഓക്കെ, സോ നമ്മുടെ യൂറോ USD കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ ടെക്നിക്കൽ റേഞ്ച് 1.1680 to 1.1760 ആണ്. ഓക്കെ, സോ 11:30 മണിക്കും 1.1700 മുകളിലാണ് എങ്കിൽ 1.1700 1.1710 അടുത്ത് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് 1.1675, ടേക്ക് പ്രോഫിറ്റ് 1.1760 അടുത്താക്കിയിട്ട് TP എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നാളെ നമുക്ക് US ജോബ്ലെസ് ക്ലെയിംസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് നോക്കിയിരിക്കുക. ഓക്കെ, സോ എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് നമ്മളുടെ പ്രീമിയം നമ്മുടെ ചാനലിലോട്ട് അല്ലെങ്കിൽ സിഗ്നൽ ഗ്രൂപ്പിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൂടുതൽ ആൾക്കാർ എനിക്ക് വാട്സാപ്പിൽ തന്നെ മെസ്സേജ് അയക്കാൻ നോക്കുക. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അധികം ഞാൻ മെസ്സേജസ് നോക്കാറില്ല. അതേപോലെ ക്ലാസ്സസിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർ മെസ്സേജ് അയയ്ക്കുക. സ്റ്റാറിൽ അക്കൗണ്ട് എടുക്കണം എന്നുള്ള ആൾക്കാർ എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, ഇപ്പോൾ നല്ല രീതിയിലുള്ള ഓഫേഴ്സും പ്രൊമോഷൻസും ഒക്കെ നടക്കുന്നുണ്ട്. ആദ്യത്തെ $500 50% ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ഓഫർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ആക്ച്വലി ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.